ഹായ് അങ്ങനെ 2025 അവസാനിക്കാൻ പോവുകയാണ്. 2025 ഇതുവരെ പുറത്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 5 മലയാള സിനിമകളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ സിനിമകൾ ഏതൊക്കെയാണ്, അതിൻ്റെ കളക്ഷൻ എത്രയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. ലൈക്ക്, ഷെയർ, അതുപോലെ കമൻസും മറക്കരുത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 സിനിമകൾ എന്ന് നമുക്ക് നോക്കാം. അത് എത്രത്തോളം കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് എന്നും നോക്കാം. ഇവിടെ 5ാം സ്ഥാനത്ത് മോഹൻലാൽ നായകനായ ഹൃദയപൂർവ്വം എന്ന സിനിമയാണ്. ഒരു കൊച്ചു ചിത്രമാണ്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത് 76 കോടി രൂപയാണ്. അതായത് വലിയൊരു കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തത്. ഇപ്പോൾ 5ാം സ്ഥാനത്താണ് ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ കളക്ഷൻ 76 കോടി രൂപ. 4ാം സ്ഥാനത്ത് പ്രണവ് മോഹൻലാലിന്റെ DS ഇറെ എന്ന സിനിമയാണ്. സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. സിനിമ ഇതുവരെ നേടിയെടുത്തത് 80 കോടിക്ക് മുകളിലാണ്. അതായത് ഒരു A സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയാണ്, ഒരു ഹൊറർ സബ്ജക്റ്റാണ്. എന്നിട്ട് പോലും ഇതുവരെ 80 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ 4ാം സ്ഥാനത്ത് DS ഇറെ എന്ന പ്രണവ് ചിത്രമാണ്. സിനിമയുടെ കളക്ഷൻ ഇതുവരെ 80 കോടിക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. ഇനി 3ാം സ്ഥാനത്ത് ലാലേട്ടന്റെ തന്നെ തുടരും എന്ന സിനിമയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, തുടരും വലിയ വിജയമായിരുന്നു. 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് എന്ന് എല്ലാവർക്കും അറിയാം. തരുൺമൂർത്തിയാണ് സിനിമയുടെ ഡയറക്ടർ. സിനിമ 234 കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. അതായത് വലിയ ഒരു വിജയം തന്നെയായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ആദ്യമായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി നേടുന്ന സിനിമയായിട്ട് തുടരും മാറുകയും ചെയ്തു. സിനിമയുടെ ടോട്ടൽ കളക്ഷൻ 234 കോടി രൂപ. 2025 ഏറ്റവും വലിയ പണം വാരി പടങ്ങളിൽ 3ാം സ്ഥാനത്താണ് തുടരും. ഇനി 2ാം സ്ഥാനത്ത് എമ്പുരാൻ എന്ന സിനിമയാണ്. മോഹൻലാലിന്റെ തന്നെ സിനിമയാണ് എമ്പുരാൻ. പൃഥ്വിരാജാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുത്ത കളക്ഷൻ 267 കോടിയാണ്. എമ്പുരാന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ, ആദ്യ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ആദ്യത്തെ സിനിമ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമയ്ക്കുണ്ട്. എമ്പുരാൻ എന്ന സിനിമയാണ് 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ 2ാം സ്ഥാനത്ത് 267 കോടിയാണ് സിനിമ നേടിയെടുത്തത്. 1ാം സ്ഥാനത്ത് ലോക എന്ന സിനിമയാണ്. കല്യാണി പ്രിയദർശനാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 302 കോടിയാണ് കളക്ഷനായി നേടിയെടുത്തത്. തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യമായി ഒരു മലയാള സിനിമ 300 കോടി കടന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയെ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത്. തീർച്ചയായും വലിയൊരു വിജയ ചിത്രം തന്നെയാണ് ലോക. ഈ വർഷം പുറത്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ലോക എന്ന സിനിമ തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് 3 സിനിമകൾ മോഹൻലാലിൻ്റെതാണ് എന്നുള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 5 സിനിമകളിൽ 3ഉം മോഹൻലാലിൻ്റെതാണ്. 2025 മോഹൻലാൽ 3 സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ആ 3 സിനിമകളും ടോപ്പ് 5-ലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു സിനിമ പ്രണവ് മോഹൻലാലിൻ്റെയാണ്, മറ്റൊന്ന് കല്യാണി പ്രിയദർശൻ്റെയാണ്. എന്തായാലും ഇനിയും ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. നോക്കാം ഈ സിനിമകളെ മറികടക്കാൻ മറ്റുള്ള സിനിമകൾക്ക് സാധിക്കുമോ എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നൊരു ബൈ.